പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് കുനിയ ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് ട്രെയിനിന് വരുന്ന ആൾക്കാരെല്ലാം നമ്മൾ കാഞ്ഞങ്ങാട് ഇറങ്ങാൻ മറക്കണം കേട്ടോ. കാഞ്ഞങ്ങാട് ഇറങ്ങണം. കാഞ്ഞങ്ങാട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? റെയിൽവേ സ്റ്റേഷനിൽ കാഞ്ഞങ്ങാട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കാസർഗോഡേക്കുള്ള ബസ്സിന് പോകണം. കാസർഗോഡേക്ക് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചന്ദ്രഗിരി വഴി പോകുന്ന ബസ്സും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചെർക്കള വഴി. അപ്പം നമ്മൾ കയറേണ്ടത് കാഞ്ഞങ്ങാട് നിന്ന് ചെർക്കള വഴിയുള്ള വഴി കാസർഗോഡേക്ക് പോകുന്ന ബസ്സിന് കയറിയിട്ട് കുനിയ ഇറങ്ങുകയാണ്. കുനിയ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. ഇവിടെ ഈ സ്റ്റോപ്പിൽ തന്നെ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. നിസ്കരിച്ചിട്ട് നമുക്ക് സമ്മേളന നഗരിയിലേക്ക് പോകാൻ ചെയ്യാം. അതായത് ഇതിൻ്റെ തൊട്ട ബാഗിൽ തന്നെയാണ് ഈ കുനിയ മഹാസമ്മേളനം നടക്കുന്ന, സമസ്തയുടെ 100ാം വാർഷികം നടക്കുന്ന സ്ഥലമുള്ളത്. അത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ അവിടുന്ന് ജസ്റ്റ് കുറച്ചൊന്ന് നമ്മൾ കാണുന്ന ദൂരം തന്നെ ഉള്ളൂ. നടന്നു കഴിഞ്ഞാൽ നമ്മളെ സ്ഥലത്തെത്തി കേട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ മനോഹരമായ വളരെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. 5 ദിവസം മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ ലൈറ്റ് കാര്യങ്ങൾ, സ്പീക്കർ കാര്യങ്ങളെല്ലാം സെറ്റപ്പും ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മളൊരു പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒരു 2 ദിവസം മുമ്പെയാണ്. ഇതിപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കേട്ടോ. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക, വമ്പം പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയ മഹാസമ്മേളനമാണല്ലോ, ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സദസ്സാണല്ലോ. അപ്പോൾ അത് ചെയ്തേ പറ്റൂ. അതാണ് മുമ്പേ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ മഹാനഗരിക്ക് തൊട്ട മുമ്പിൽ തന്നെ ബസ് നിർത്തും കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തേണ്ട ആവശ്യമില്ല. നമ്മൾ കാണുന്ന ദൂരം തന്നെ, അത് കാണുന്ന ദൂരം തന്നെയാണ് സ്റ്റോപ്പ്, കുനിയൻ്റെ സ്റ്റോപ്പ്. അവിടെ നിന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്ത് നല്ലോണം പള്ളിയിൽ നിന്നൊക്കെ നിസ്കരിച്ചിട്ട് ചെറുങ്ങനെ നടന്നു വന്നാൽ മതി. അപ്പോൾ നമ്മളിതാ സദസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്നവരെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കാസർഗോഡേക്കുള്ള ബസ്സാണ്. അത് ചെർക്കള വഴി പോകുന്ന ബസ് തന്നെ കയറണം, ചന്ദ്രഗിരി അല്ല. ചെർക്കള വഴി പോകുന്ന ബസ്സിന് കയറിയിട്ട് കുനിയ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ നമ്മളെ സദസ്സ് ആ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മളെ ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ പ്രയാസമൊന്നുമില്ല എന്നറിയിക്കുകയാണ്. അപ്പോൾ ഇതിലും മനോഹരമായ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് വേണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.